കൊല്ലം ശക്തികുളങ്ങരയിൽ ജനനേന്ദ്രിയത്തിലും കാറിലുമായി 96 ഗ്രാം MDMA ഒളിപ്പിച്ചു കടത്തിയ കേസിൽ പിടിയിലായ പ്രതി അനില രവീന്ദ്രൻ മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാനിയെന്ന് പോലീസ്. അനില ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ചത് കൊല്ലം നഗരത്തിലെ വിതരണക്കാരന് കൈമാറാനാണെന്നാണ് സൂചനകൾ പോലീസിന് ലഭിച്ചു. കർണാടകയിൽ നിന്നും അനില MDMA എത്തിച്ചത് കൊല്ലം നഗരത്തിലെ വിതരണക്കാരന് കൈമാറാനാണെന്ന സൂചനകളാണ് പോലീസിന് ലഭിച്ചത്. ലഹരിമരുന്ന് കച്ചവടം നടത്തുന്നതിൽ പ്രധാനിയാണ് പോലീസ് പേരുവിവരം വെളിപ്പെടുത്താത്ത വിതരണക്കാരൻ. വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ട് ലഹരിമരുന്ന് കച്ചവടം നടത്തുന്ന ഇയാളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞു. റിമാൻഡിൽ കഴിയുന്ന പ്രതി അനില രവീന്ദ്രനെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും. നിരവധി ഇടനിലക്കാരെ സൃഷ്ടിച്ചാണ് അനില ലഹരി കച്ചവടം നടത്തിവന്നിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ MDMA കേസിൽ ജാമ്യത്തിലിറങ്ങിയായിരുന്നു അനില വീണ്ടും ലഹരിക്കടത്ത് നടത്തിവന്നിരുന്നത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി കച്ചവടം നടത്തിയ കേസിൽ 2021 അനില പിടിയിലായത്. അന്ന് തനിക്കൊന്നിലും പങ്കില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ ജാമ്യത്തിനായുള്ള അപേക്ഷയിൽ അനില പറഞ്ഞിരുന്നത്. പഴയ കേസിലെ ജാമ്യവ്യവസ്ഥ ലംഘനവും ഈ അറസ്റ്റോടെ സംഭവിച്ചിരിക്കുന്നതിനാൽ ജാമ്യം റദ്ദാക്കാൻ ഉള്ള നീക്കവും പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലം നഗരത്തിലേക്ക് വൻതോതിൽ ലഹരി എത്തുന്നതായുള്ള രഹസ്യവിവരമായിരുന്നു അനിലയെ പിടികൂടാൻ സഹായകമായത്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അമൃത ന്യൂസ്, കൊല്ലം.